എല്ലാവർക്കും നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഒന്ന് വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് കാലിൻ്റെ പടം വന്നു കഴിഞ്ഞാലോ തലവേദന ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും നേരെ ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് പ്രണവം. അതുകൊണ്ട് തന്നെ എനിക്ക് ഹൃദയത്തിൽ ഞങ്ങളായ ഇവിടെ ബാക്കി ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കൈത്തുണ്യം എന്ന് പറയുന്നത് ഇവിടത്തെയുള്ള നാട്ടുകാരൻ അറിയാൻ ഈ ലോകം മുഴുവൻ അറിയട്ടെ ഈ പ്രണവത്തിലൂടെ. സന്തോഷം സന്തോഷം സന്തോഷം. താങ്ക് യു ടീമേ. എല്ലാവർക്കും നമസ്കാരം. നല്ല കഴിയുമോ? വളരെ സന്തോഷം. പ്രണവ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന് ഭാഗമാകാൻ പറ്റിയതിൽ. അതിലുപരി എൻ്റെ ഫാദർ ഒരു കളരി മർമ്മ ചികിത്സ ചെയ്യുന്ന ആളാണ്. എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. 10 വർഷം മുമ്പാണ് മരിച്ചത്. അപ്പച്ചൻ ഉണ്ടായ കാലത്ത് ഞങ്ങളൊക്കെ പുറത്തുനിന്ന് മരുന്ന് മേടിക്കില്ലായിരുന്നു. മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയാൽ ഓർമ്മയില്ല അപ്പച്ചൻ ഉണ്ടായപ്പോൾ. ഞങ്ങൾക്ക് വലിയ പറമ്പുണ്ടായിരുന്നു. ഇങ്ങനെ 2 ഏക്കറോളം പറമ്പിലാണ് ഞങ്ങളുടെ തറവാട് വീട് ഉണ്ടായത്. ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പറമ്പാണ്. ഞങ്ങളുടെ അപ്പച്ചൻ ഇങ്ങനെ ഓരോരോ അസുഖങ്ങളായിട്ട് വരും. പലതരത്ത് ഞങ്ങളുടെ വീട്ടിലെ പറമ്പിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുട്ടികളൊക്കെ കളിക്കാൻ നേരത്ത് കാലം പറയുമ്പോൾ പോലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്കാണ് നോക്കുന്നത്. അപ്പച്ചനൊന്നും എഴുതി വെച്ചില്ല. പക്ഷെ അപ്പച്ചൻ ഒരുപാട് പേർക്ക് ചികിത്സിച്ചിട്ട് ഡോക്ടേഴ്സ് വരെ വന്ന് ചികിത്സിച്ചിട്ടുണ്ട്. അപ്പച്ചൻ ഒരുപാട് പേരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെയും പൈസ മേടിച്ചിട്ടില്ല. ഇത് പാരമ്പര്യമായിട്ട് നിലനിൽക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കൾക്കാർക്കും അറിയാൻ പാടില്ല. എന്നാൽ ഞങ്ങളുടെ ചേട്ടന്, എൻ്റെ രണ്ടാമത്തെ ചേട്ടന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനില്ല. അപ്പൊ എനിക്ക് ആകെ ഓർമ്മയും വന്ന് ആയുർവേദം എന്ന് പറഞ്ഞെങ്കിൽ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം വരാൻ നേരത്ത് മെഡിക്കൽ ഷോപ്പൊക്കെ എൻ്റെ ഓർമ്മയിലില്ല. എറണാകുളത്തൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പാണ്. കുഴിമന്തി കടയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഈ ഒരു ഓർമ്മ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ആയുർവേദം എന്ന് പറഞ്ഞെങ്കിൽ ഞാനിങ്ങനെ ആദ്യം മരുന്നൊന്നും കഴിക്കാത്ത ഒരാളാണ്. എന്താ അസുഖം വന്നാൽ ഞാൻ പുറത്തുനിന്ന് മരുന്ന് കഴിക്കില്ല. എനിക്ക് പേടിയെ മരുന്ന് കഴിക്കാൻ വേണ്ടി.
അപ്പൊ അപ്പച്ചൻ പഠിപ്പിച്ചു തന്നതാണ് ആയുർവേദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും ഞങ്ങൾക്ക് ചെറിയ പറമ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോഴും പനിക്കൂർക്കയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പനിയൊക്കെ വരാൻ നിർത്ത്, അല്ലെങ്കിൽ കവക്കെട്ടലൊക്കെ വരാൻ നിർത്തും, ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ അപ്പച്ചനെയാണ് ഓർക്കുന്നത്. ഇപ്പൊ അപ്പച്ചൻ കളരി പഠിച്ചതാണ്. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ നടുമിന്നിയായിട്ട് ഒരുപാട് ആൾക്കാർ വരും. വക്കച്ചൻ എന്നാണ് ഡോക്ടറുടെ പേര്. അത് ആയുർവേദമല്ല. വക്കച്ചൻ ഡോക്ടർ ഞങ്ങളുടെ അപ്പച്ചൻ്റെ പേര് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ്റെ വീട്ടിലേക്ക് പോയി കൂടാൻ പറയും. നടുമിന്നിയാക്കരുത്, പെടലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വരും. ചിരട്ട കാലിലെ ചിരട്ടയൊക്കെ ഇങ്ങനെ മാറിക്കിടക്കുന്ന ഒരാൾക്കാർ വന്നിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് പെടലിയുടെ മഹം അറിയാവുന്ന പെടലിലേക്ക് കറക്റ്റായിട്ട് തിരിച്ചു പോകും. 7-14 ദിവസത്തെ ഉഴിച്ചിലൊക്കെ ഉണ്ട്. ഉഴിച്ചിലൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല ആരോഗ്യം കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പൊ അപ്പച്ചനെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു ആയുർവേദം എന്ന് പറയാൻ നേരത്ത്. അപ്പൊ ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ എനിക്കിപ്പോ കവക്കെട്ടിൽ വന്നിട്ട് മാറണല്ലോ കുറെ നാളായിട്ട്. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് മരുന്ന് മേടിച്ചിട്ട് ഞാൻ പോകുള്ളൂ. എനിക്കൊരു മരുന്ന് തന്നെയല്ല, കവക്കെട്ടിലുണ്ടെങ്കിൽ പാട്ടുകാരനാണ്, എനിക്ക് പാടാൻ പറ്റില്ല. അപ്പൊ വളരെ സന്തോഷം. അപ്പൊ ഞാനും ഈ ഒരു ഫാമിലിയുടെ ഭാഗമായി 2 വരി